നമസ്കാരം, ചിലതരാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന RRB ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് ആണ് കേട്ടോ. അപ്പൊ ആ കട്ട് ഓഫ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി വരുന്ന എക്സാംസിന് എങ്ങനെയാണെന്ന് നോക്കാം. അതിന്റെ എല്ലാ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് വേറെയാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇത്ര വരുമെന്ന് പറയാണ്ട്, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ എത്രത്തോളം കട്ട് ഓഫ് വന്നിരുന്നു, എത്രത്തോളം വേക്കൻസി ഉണ്ടായിരുന്നു, എത്രത്തോളം വേക്കൻസിക്ക് എത്രത്തോളം കട്ട് ഓഫ് ആണ് വന്നിരുന്നതെന്നും നോക്കാം. അപ്പൊ ഈ വർഷത്തെ വേക്കൻസിയിൽ നമുക്ക് എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ 2019 ഇതാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. അതിൽ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, കാരണം അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്നത്. അപ്പൊ ആ വേക്കൻസി വെച്ചിട്ട് നമ്മളിപ്പോ എല്ലാവരും ചെന്നൈ ആയിരിക്കും ഒരുവിധം എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക അല്ലെ. നമ്മുടെ ഈ സൗസോങ് ആയി നമ്മളെല്ലാവരും ഒരുവിധം എല്ലാവരും ചെന്നൈ ആയിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചെന്നൈയും പിന്നെ കൊൽക്കത്ത, മുംബൈ ആണ് മെയിൻ ആയിട്ടുള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് അവിടുത്തെ കട്ട് ഓഫും കൂടിയാണ് നോക്കുന്നത്. 2019 RRB ഗ്രൂപ്പ് ഡിയുടെ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ജനറൽ കാറ്റഗറി ആണ്. നമ്മൾ ജനറൽ കാറ്റഗറി മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. എക്സ് സർവീസ് മാൻ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ അത് നോക്കാം. നമ്മൾ ചെന്നൈയിലെ കട്ട് ഓഫ് ആണ് ആദ്യം നോക്കുന്നത്. ജനറലിന് 71 ആയിരുന്നു കേട്ടോ. 71 അപ്പൊ ജനറലിന് 71, OBCക്ക് 68, SC 61, ST 55 ആണ് കേട്ടോ. അപ്പൊ ജനറൽക്കാരുടെ കട്ട് ഓഫ് കണ്ടല്ലോ 71 കട്ട് ഓഫ്. അപ്പൊ OBC ആകുമ്പോൾ കുറച്ച് കുറയും, SC ST ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി അങ്ങ് കുറയുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ചെന്നൈയിലെ കട്ട് ഓഫ്. പിന്നെ എക്സ് സർവീസ് മാൻ ഒക്കെ വരുന്നുണ്ട്. അടുത്ത് കൊൽക്കത്തയിലെ കട്ട് ഓഫ് ആണെങ്കിൽ 80 ആണ് ജനറൽ കാറ്റഗറിയിലെ കട്ട് ഓഫ്. അടുത്ത് OBC നോക്കുവാണെങ്കിൽ 71.77, SC ആണെങ്കിൽ 71, ST ആണെങ്കിൽ 55. അപ്പൊ ഇവിടെ OBCയും SCയും ഒക്കെ എന്താണ് ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. STക്ക് ആണ് ഇച്ചിരി അധികം കുറവുള്ളത്. അപ്പം ജനറലും STയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ജനറൽ എത്രയാണ്? കൊൽക്കത്തയില് 80 ആയിരുന്നു. ചെന്നൈയിൽ നമുക്ക് ചെന്നൈ ആയിട്ട് നോക്കാം. ചെന്നൈയിൽ എത്രയാണ്? 71 കട്ട് ഓഫ് ഉണ്ട്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ എന്ത് വാങ്ങിക്കുക, ഒരു 80+ എപ്പോഴും മേടിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. അടുത്ത മുംബൈ ആണെങ്കിൽ 67 ആണ്. മുംബൈയിൽ വേക്കൻസി കൂടുതൽ ഉണ്ടായിരുന്നു. പിന്നെ OBC 63 വരുന്നുണ്ട്, SC 58, ST 52. SC ST ഒക്കെ എല്ലായിടത്തും എന്ത് ചെയ്യണം, ഒരു 50 റേഞ്ചിലാണ് വരുന്നത്. കൊൽക്കത്തയിൽ മാത്രമാണ് SC ഇച്ചിരി കൂടിയിട്ടുള്ളത്. ബാക്കി നമ്മളെ ജനറൽ കാറ്റഗറി നോക്കുവാണെങ്കിൽ 71, 80, 67 ആണ്. അപ്പൊ എന്ത് ചെയ്യുക, 80 വരെയും വന്നിട്ടുണ്ട് ജനറൽ കാറ്റഗറി. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും 80+ മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത ചെന്നൈയുടെ തന്നെ 2022 നടന്ന എക്സാം ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിൽ EWS കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്? നോർമലൈസ്ഡ് മാർക്സ് ആണ് കേട്ടോ. നോർമലൈസ്ഡ് മാർക്കാണ് നോക്കണം. നമ്മൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാർക്ക് വരും, അത് അവർ നോർമലൈസ് ചെയ്ത് പിന്നെയും മാർക്ക് വരാറുണ്ട്. അപ്പൊ നോർമലൈസ് ചെയ്യുമ്പോ നോർമലൈസ്ഡ് മാർക്ക് 60.95, SCക്ക് 49.89, ST 43.58, OBC വരുന്നത് 55, EWS നോക്കിക്കേ 40 ആണ് വരുന്നത് EWSന്. ജനറൽ കാറ്റഗറിക്ക് നല്ല കുറവാണ് 40. ഏറ്റവും കുറവ് എന്താണ്? EWSന് തന്നെയാണ്. ഓക്കെ, ഏറ്റവും കുറവ് EWSനാണ്. നോർമലൈസ് ചെയ്ത മാർക്കാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഓപ്പൺ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 94, 86, 81, 90 എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ സാധാരണ നമ്മൾ നോക്കുമ്പോൾ 60.95 ആണ് നമ്മുടെ RRB ഗ്രൂപ്പ്. ചെന്നൈയിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ചെന്നൈയിൽ വന്നതാണ്. പിന്നെ എക്സ് സർവീസ്മാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ജനറൽ കാറ്റഗറിയിൽ 60 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് EWS കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള EWS കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് എന്ത് ചെയ്യും, കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, കട്ട് ഓഫ് കുറവായിരിക്കും, നല്ല കുറവായിരിക്കും. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയെ അപേക്ഷിച്ച് നല്ല കുറവായിരിക്കും EWSന്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, EWSകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റിൽ വരാൻ പറ്റും. ജനറൽ കാറ്റഗറി 60.95 ആണ്. അത് ഓർക്കുക കേട്ടോ. നിങ്ങൾ എക്സാം എഴുതുന്നവർ നിങ്ങളുടെ കാറ്റഗറിയും എങ്ങനെ ആയിരിക്കും എന്നുകൂടി ഒന്ന് നോക്കി വയ്ക്കുക. 22 മുംബൈയിലാണെങ്കിൽ എന്ത് ചെയ്യുക, നോർമലൈസ്ഡ് മാർക്സ് ആണ് ഞാൻ പറയുന്നത്. 64 ആണ്, SC 51, ST 44, OBC 58. വീണ്ടും EWSനാണ് ഏറ്റവും കുറവ്. എത്രയാണ്? 40 ആണ്. EWSനാണ് ഏറ്റവും കുറവ്. എത്ര മാർക്ക് വരുന്നുണ്ട്? 40 മാർക്കേ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് EWSകാർക്കുള്ള ഒരു സുവർണാവസരമാണ്. അവർക്ക് എന്താണ്, എല്ലാ കാറ്റഗറിയെക്കാളും കുറച്ച് വരുന്നത് EWSകാർക്കാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. 2019 എത്രയാണ്? 60,000+ വേക്കൻസി ഉണ്ടായിരുന്നു. 22 എന്ത് ചെയ്യാം, 1,00,000-ലധികം വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോ
35K ആണ് ഇപ്പോഴത്തെ വേക്കൻസി. പ്ലസ് പറയുന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മളെ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ITIയുടെ ഒരു ഇഷ്യൂ ആണല്ലോ നടക്കുന്നത്. അപ്പൊ അവരുടേത് ആഡ് ചെയ്യും, അവരത് മാറ്റിയിട്ട് അവർക്ക് പ്രത്യേക നോട്ടിഫിക്കേഷൻ വരുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. അതിന്റെയൊക്കെ വിധി വരുന്നത് നമുക്ക് ജൂലൈ 26 മാത്രമേ വിധി വരുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ നടത്തും എന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ അവർ ആദ്യം മാർച്ച് ആയിരുന്നു, പിന്നെ അത് മെയ് ആക്കി അതിന്റെ വിധി. ഇപ്പൊ എന്താണ് ജൂലൈ 26 പറയുന്നത്. സോ നമുക്ക് ജൂലൈ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ഡിയുടെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ വേക്കൻസി കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, അവര് ഓരോ വേക്കൻസി പറയുന്നത് പോലെ ഇരിക്കും. ഇപ്പൊ ഈ കേസ് വന്നു കഴിഞ്ഞിട്ട് ITIയുടെ കാര്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ട് കൃത്യമായിട്ട് അറിയില്ല അതിന്റെ വേക്കൻസി എത്രയാണെന്ന് ഇപ്പൊ. അപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പൊ ഞാൻ ഈ ഇത്രയും 2022 തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ എന്താണ് ജനറൽ കാറ്റഗറി നോക്കാം. EWS ഞാൻ പറയുന്നില്ല, അവർക്ക് എന്തായാലും കുറവായിരിക്കും. സോ അവരും ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കയറാൻ പറ്റും. അപ്പൊ നമുക്ക് ചെന്നൈയിലെയും മുംബൈയിലെയും നോക്കുമ്പോൾ 60യും 64ഉം ആണ് നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ 2022. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 75 to 85 മാർക്കാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. ഞാൻ 75 പറയുന്നില്ല, ഒരു 80+ എബോവ് തന്നെ മേടിക്കണം എന്നുള്ളതിൽ തന്നെ നമ്മൾ പോവുക. 80+. അപ്പൊ നമുക്കറിയാം, അപ്പൊ റീസണിങ്ങും മാത്സും നന്നായിട്ട് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 55 മാർക്ക്, 30ഉം 25ഉം ആണല്ലോ റീസണിങ് മാത്സും വരുന്നത്. റീസണിങ് 30ഉം മാത്സ് 25ഉം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു 55-ൽ 5 മാർക്ക് പോയാൽ ഒരു 50 മാർക്ക് കിട്ടും. പിന്നെ നമ്മുടെ ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും കൂടി ചേർത്തിട്ട് ഒരു 30 മാർക്ക്, 30 കൂടുതൽ കിട്ടണം. അഞ്ചാത്തിന് നമുക്കൊരു 80 മാർക്ക് കിട്ടും. 80 മാർക്കിൽ കൂടുതൽ മേടിക്കണം, 80 മാർക്ക് പ്ലസ് മേടിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ അതൊരു എന്താണ് ജോലി സേഫായി. മാത്സും റീസണിങ് ഒന്നും അത്രയും പാടുള്ളതും അല്ല ചോദിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ടൈം ജനറൽ അവയർനെസിനും ജനറൽ സയൻസിനും വേണ്ടി ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് രണ്ടും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സും ജനറൽ അവയർനെസ്സും പിന്നെ ഈ പറഞ്ഞ ഫിസിക്സും കൂടി കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 30 മാർക്ക് മേടിക്കാൻ പറ്റും. സോ അപ്പൊ എന്ത് ചെയ്യും, 80+ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടും. ഞാൻ പറയുന്നത് ഒരു 75-85 വാങ്ങാൻ ശ്രമിക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്താണ് 80+ മാർക്ക് തന്നെ മേടിക്കും. ഇങ്ങനെ നമുക്ക് സെക്യൂർ ആയിട്ട് റാങ്ക് ലിസ്റ്റ് സെക്യൂർ ആയിട്ട് കയറാൻ പറ്റും. അതിന് നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത് വെച്ചാൽ മോക്ക് ടെസ്റ്റും BOEക്കും ചെയ്യാന്നാണ്. ആ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ടൈം വെച്ച് ചെയ്യുക. നമുക്ക് 90 മിനിറ്റ്സ് ആണ് നമ്മുടെ ടൈം വരുന്നത്. ആ ടൈം എന്ത് ചെയ്യാം, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 90 മിനിറ്റ്സ് അത് വെച്ചിട്ട് ഒരു ടൈമർ വെച്ച് അത് സെറ്റ് ചെയ്തിട്ട് തന്നെ ഒരു PYQ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഒരു PYQ എടുക്കുക, എന്ത് ചെയ്യാം, അതെന്ത് ചെയ്യാം 90 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്യുക, അത് കൃത്യമായി ചെയ്യുക. ആദ്യമൊന്നും കൃത്യമായിട്ട് നമുക്കത് ആ സമയത്ത് തീർക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇനി ഒരു 100 ഡേയ്സോളം വരുന്നുണ്ട്. ആ 100 ഡേയ്സിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു ദിവസം PYQ ചെയ്യുക. ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഒരുപാട് അങ്ങനെ കിട്ടത്തില്ലല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. എന്താണ് ഓരോ സ്ലോട്ടും, അതായത് ഇപ്പൊ ഒരു ദിവസം 2-3 എക്സാം നടക്കും ഒരു സ്ലോട്ടില്. അപ്പൊ ആ എക്സാം തന്നെ എന്ത് ചെയ്യും, അതുപോലെ ഒരു 10, 35, 40 സ്ലോട്ടുകളാണ് നടക്കുന്നത് ഓരോരുത്തും. അപ്പൊ എന്ത് ചെയ്യുക, ഒരു ഇന്ത്യയിൽ മൊത്തം ഒരുപാട് സ്ലോട്ടുകൾ നടക്കും. അപ്പൊ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പം ഗൂഗിൾ ചെയ്ത് ചെയ്യുക, എന്നിട്ട് PYQ എടുക്കുക, ടൈമർ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യുക, തെറ്റിപ്പോയത് വീണ്ടും ചെയ്യുക. അപ്പൊ ഈ മാത്സ് ആൻഡ് റീസണിങ് കുറച്ചുകൂടി എന്ത് ചെയ്യുക, സ്പീഡായിട്ട് ചെയ്യാൻ പറ്റണം. അതാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. ഈ 50 മാർക്ക് ഞാൻ പറഞ്ഞല്ലോ, റീസണിങ്ങും മാത്സിനും കൂടി 50 മാർക്ക് മേടിക്കുവാണെങ്കിൽ ആ 50 മാർക്ക് മേടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്ത് ചെയ്യുക, അത്രയും സ്പീഡപ്പ് ആക്കിയാൽ മാത്രമേ, അത്രയും സ്പീഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ആ കൃത്യമായ സമയത്തിനുള്ളിൽ അത് തീർക്കാൻ പറ്റുള്ളൂ. ഇനിയും നമുക്ക് എന്തുണ്ട് ബാക്കി ചെയ്യാനുണ്ട്, ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും ജനറൽ സയൻസും ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. മോക്ക് എക്സാംസ് ചെയ്യാൻ മാത്രമാണ് ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ റിവിഷൻ, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഈ മാത്സും റീസണിങ്ങും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അത് തന്നെയാണ്. മാത്സും റീസണിങ്ങും കിട്ടിക്കഴിഞ്ഞാൽ പകുതിയോളം നിങ്ങൾക്ക് ഒരു ആശയം, പകുതി മുക്കാലോളം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞത് 50 മാർക്ക് മേടിച്ചു. ഇനി ബാക്കി 50 മാർക്കിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് കറണ്ട് അഫയേഴ്സും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ ജനറൽ അവയർനെസ് ഒത്തിരി ഉണ്ട് പഠിക്കാൻ, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു 100 ഡേയ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയും എന്ത് ചെയ്യുക, പഠിക്കാതിരിക്കുന്നവർ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങി ബ്രേക്ക് ആയവർ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല, കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയുള്ളവര് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തപ്പോ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, അത് നിങ്ങളുടെ വീക്ക് ഏരിയയും സ്ട്രോങ് ഏരിയയും കണ്ടുപിടിക്കുക. വീക്ക് ഏരിയയിലുള്ളത് കുറച്ച് നന്നായിട്ട് ചെയ്യുക. തീരെ മനസ്സിലാവാത്തത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണമല്ല. ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, ചെയ്തു പോകുക. അല്ലാതെ ഒരു ദിവസം ഫുൾ ആയിട്ട് ഒരു പാരഗ്രാഫ് വെച്ചിട്ടിരിക്കാനല്ല ഞാൻ പറയുന്നത്. എന്ത് ചെയ്യുക, സ്ട്രോങ് ആയിട്ടുള്ളത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് വിട്ടാൽ മതി.
എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് 80+ മാർക്ക് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. സോ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പ് ഡി കട്ട് ഓഫ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതനുസരിച്ച് വേണം ഇനി നമ്മൾ എന്ത് ചെയ്യാൻ, ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ പഠിക്കാൻ വേണ്ടിട്ട്. അപ്പം വാക്കൻസിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യും, കട്ട് ഓഫിലും ഉണ്ടാവും. പിന്നെ അപ്ലൈ ചെയ്ത അപ്ലൈ ചെയ്തെന്ന് പറയാൻ 1 crore+ ആൾക്കാരാണ് നമ്മുടെ ഇപ്പോഴത്തത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡിയിലത് ഏകദേശം 1 കോടിയോളം ആൾക്കാരാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ചും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചാനലിൽ കൂടി ഇനി എന്നും POQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മാത്സിന്റെ ഉണ്ടാവും, റീസണിങ്ങിന്റെ, ജനറൽ അവയർനെസ്, ഫിസിക്സ്, കെമിസ്ട്രി, അപ്പൊ എല്ലാത്തിന്റെയും ഉണ്ടാവും. പക്ഷെ ഒരുപാട് നമുക്ക് യൂട്യൂബിലൂടെ തരുന്നതിന് ഒരു പരിമിതി ഉണ്ട്. അപ്പം ആക്കിയുള്ളത് എന്ത് ചെയ്യുക, അല്ലാതെ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആപ്പിൽ എന്ത് ചെയ്യാം, ഇതിന്റെ കോഴ്സ് ഉണ്ട്, അങ്ങനെ പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം, അല്ലാതെ എന്ത് ചെയ്യുക, അല്ലാതെ പഠിക്കുന്നവർക്ക് അങ്ങനെയും പഠിക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.